ഈ പോസ്റ്ററുകൾ കണ്ടല്ലോ. ഇത് നമുക്ക് തോന്നും സിനിമാ പോസ്റ്ററുകൾ ആണെന്ന്. കാരണം ഇതിന്റെ ഡിസൈൻ ഒക്കെ തന്നെ ഒരു സിനിമാ പോസ്റ്ററിന് മാതൃകയാകുന്ന തരത്തിലുള്ളതാണ്. പക്ഷേ ഈ പോസ്റ്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സൂക്ഷിച്ചു നോക്കുക. ഇത് എറണാകുളത്തിന്റെ എം പി ഹെബി ഈഡനാണ്. ജോർജ് ഈഡൻ എം പിയുടെ മകൻ. ഇപ്പോൾ മഹാഭൂരിപക്ഷത്തിൽ എറണാകുളത്ത് നിന്നും ജയിച്ച് ലോക്സഭയിലേക്ക് പോയ എം പി ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു മാതൃക കാണിക്കുന്നതിനാണ് ഈ പോസ്റ്റർ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. ശരിക്കും നഗരത്തിലെ പല സ്ഥലങ്ങളിലും സിനിമാ പോസ്റ്ററുകളോടൊപ്പം തന്നെ ഈ പോസ്റ്ററുകളും പേസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടാൽ സിനിമാ പോസ്റ്റർ എന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. ഇവിടെയാണ് ഈ ഹെബി ഈഡൻ ഒരു വ്യത്യസ്തനാകുന്നത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണ പരിപാടികളിലും പോസ്റ്ററുകളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതും അങ്ങനെ തന്നെ. ഇത് നോക്കുക, ഈ എം പിയോടൊപ്പം നിൽക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ മുഖത്തെ ചിരി. ഇത് കാണുമ്പോൾ മറ്റ് സംഘടനകളിൽപ്പെട്ട ഓട്ടോറിക്ഷക്കാർക്കും ഒരു കൊതി തോന്നും. പക്ഷേ ഇത് ഇനി മറ്റുള്ളവർ മാതൃകയാക്കിയേക്കാം. പക്ഷെ ഇങ്ങനെയുള്ള മാതൃക വഴിയാണ് ഹെബി ഈഡൻ എറണാകുളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം നേടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറിയത്. അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ഭൂരിപക്ഷം തന്നെ മറികടന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരുന്നു. എതിർ സ്ഥാനാർത്ഥിക്ക് 40 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കുറച്ച് വോട്ടുകൾ നേടേണ്ടി വന്നത് ഹെബി ഈഡന്റെ മുമ്പിലാണ്. ഈ വിജയത്തിന്റെ പിന്നിലൊക്കെ തന്നെ ഹെബി ഈഡന്റെ ഇത്തരത്തിലുള്ള മാതൃകാപരമായ പരിപാടികളും ഉണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ മെഡിക്കൽ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സൗജന്യമാണ്. ഇതുപോലുള്ള പല സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഹെബി ഈഡൻ ഈ മണ്ഡലത്തിൽ ഉടനീളം സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളോട് എങ്ങനെ ചേർന്ന് നിൽക്കണമെന്ന് ഹെബിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ ABCD മാത്രമല്ല XYZ അറിയുന്ന ആളാണ് ഹെബി. ഇത് മറ്റൊരു MLA ആണ്. എറണാകുളത്തിന്റെ MLA ആയ വിനോദും ഇപ്പോൾ ഹെബി ഈഡന്റെ മാതൃക അനുകരിച്ചുകൊണ്ട് തന്നെ പോസ്റ്ററുകളിൽ തൻ്റെതായ ഒരു കയ്യൊപ്പ് നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ ക്യാമ്പിന്റെ സംഭവത്തിലാണ് നിങ്ങൾ കാണുന്നത്. നേരത്തെ അദ്ദേഹം MLA കപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഇപ്പോൾ കരുതലായി എറണാകുളം എന്ന പേരിലുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് TJ വിനോദിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ഇതും ഒരു മെഡിക്കൽ ക്യാമ്പ് തന്നെയാണ്. ഈ മെഡിക്കൽ ക്യാമ്പും ഇതുപോലുള്ള അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ TJ വിനോദും സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷമൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. 3600 വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ നോക്കൂ, ഇനി അദ്ദേഹം തന്നെ ആയിരിക്കും എറണാകുളത്ത് മത്സരിക്കുക വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇവിടെ ഇനി TJ വിനോദ് നേടാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു മാൻഡേറ്റ് ആയിരിക്കും. കാരണം ജനങ്ങളെല്ലാം ഇപ്പോൾ TJ വിനോദിനെ ഹെബി ഈഡനെ മനസ്സിലേറ്റിയതുപോലെ തന്നെ ഏറ്റി തുടങ്ങി. മണ്ഡലത്തിൽ എവിടെയും ഈ TJ വിനോദിന്റെ സാന്നിധ്യം ദൃശ്യമാണ്. ആര് പോയാലും TJ വിനോദ് അവരെ സഹായിക്കാതെ പറഞ്ഞു വിടില്ല. ഇദ്ദേഹത്തിനെതിരെ മേയറായിരുന്നപ്പോൾ ഉണ്ടായ ചില അവസരങ്ങളൊന്നും തന്നെ അവസരങ്ങൾ വേറൊന്നുമല്ല, വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നതിൽ സഹായം ചെയ്തില്ല എന്നുള്ളതും അത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഔദ്യോഗികപരമായ കാര്യങ്ങളാണ്. വ്യക്തിപരമായ ഒരു ആക്ഷേപവും ഈ നേതാവിന് കേൾക്കേണ്ടി വന്നിട്ടില്ല. വിനീതനായാലും TJ വിനോദായാലും അങ്ങനെ തന്നെ. ഞാനിത് കോൺഗ്രസിന് വേണ്ടി പറയുന്നു എന്നാരും കരുതരുത്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു ആ വിഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. സിനിമാ പോസ്റ്ററുകളുടെ നടുവിൽ മനോഹരമായ ഇത്തരം പോസ്റ്ററുകൾ, ഇതൊക്കെ തന്നെ ഇവരെ പോലുള്ള വിഷൻ ക്രിയേറ്റേഴ്സിന് മാത്രമായിട്ടുള്ളതാണ്. പക്ഷെ എറണാകുളത്തല്ലാതെ ഈ സംസ്ഥാനത്ത് മറ്റൊരു സ്ഥലത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നില്ല. ഇതാണ് നല്ല നേതാക്കൾ.